ചൂടിന്റെ കാഠിന്യം കാരണം തലയിൽ കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത്. അത്രക്ക് ചൂടായിരുന്നു, കുടയില്ല, തണല് വിരിക്കാൻ ഒരു മാർഗവുമില്ല. വമാ മിന്നാ സ്വായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് ആ ചൂടിലും നോമ്പുണ്ടായിരുന്നുള്ളൂ, സുന്നത്ത് നോമ്പ്. 2 ആൾക്ക് സുന്നത്ത് നോമ്പുണ്ട്. അത് ഒന്ന് ഇല്ലാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അവർക്കാണ്. ആ 2 മഹാന്മാർക്ക് നോമ്പുണ്ട്. ഞങ്ങൾ ആർക്കും നോമ്പില്ലായിരുന്നു, പക്ഷെ ആ ചൂടിലും നബി തങ്ങൾക്ക് നോമ്പുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ ഷൊർണൂരൊക്കെ ഇപ്പൊ എത്ര മണിക്കൂറാ? കേരളത്തിലെ നോമ്പ് ഇപ്പൊ എത്ര മണിക്കൂറാ? 14. നമ്മളിലേറെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. ലണ്ടനിൽ 19 മണിക്കൂറും 45 മിനിറ്റുമാണ്. 19 മണിക്കൂറും 45 മിനിറ്റും. സ്വീഡനിൽ രാത്രി 10 മണിക്കാണ് മഗ്രിബാവുന്നത്, 11 മണിക്ക് ഇഷയാണ്. ഇപ്പൊ ഈ റമദാനിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവിടെ, അവര് പറയാണ് 10 മണിക്ക് രാത്രി, 10 മണിക്ക് രാത്രി ആവില്ല, അപ്പോഴേ മഗ്രിബാവും. 10 മണിക്ക് 10 മണിക്ക് മഗ്രിബ്, 11 മണിക്ക് ഇഷാ, 1:30 സുബ്ഹി. സുബ്ഹാൻ, ഒരു നോമ്പെടുക്കുന്നുണ്ട്. 1:30 മണിക്ക് സുബ്ഹി, പിന്നെ നോമ്പുറക്കൽ എപ്പോഴാ? പിറ്റേന്ന് 10 മണിക്ക്. യാ അല്ലാഹ്, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്കൊന്നൊരു പ്രയാസമൊന്നുമില്ല. ഇതൊന്നും അസാധ്യമായ സംഗതിയൊന്നുമല്ല. പിന്നെ അല്ലാഹു തആല റമദാൻ കണക്കാക്കിയത് തന്നെ ചന്ദ്രവർഷവുമായി ബന്ധപ്പെടുത്തിയാണ്. ലൂനാർ കലണ്ടറാണ്. സൂര്യന്റെ ചലനം ആസ്പദമാക്കിയല്ല, പിന്നെ ചന്ദ്രന്റെ ചലനം ആസ്പദമാക്കിയാണ്. അപ്പൊ ഇപ്പൊ ഈ ലണ്ടനുകാരും സ്വീഡനുകാരൊന്നും അള്ളാഹുവിനോട് ആക്ഷേപം പറയേണ്ടി വരില്ല. പക്ഷേ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ എപ്പോഴും, ഓസ്ട്രേലിയക്കാർക്ക് 7 മണിക്കൂർ, ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ 14 മണിക്കൂർ 15 മണിക്കൂർ, ഞങ്ങൾ എന്താ ഇങ്ങനെ കുടുങ്ങിപ്പോയത്? അങ്ങനെയൊന്നുമില്ല. ഇനിയൊരു സമയം അവർക്ക് വരും. റമദാൻ ഒരു വിന്ററിൽ അവർക്ക് കിട്ടും. റമദാൻ ഏറ്റവും ചുരുങ്ങിയ സമയമായി UK-ക്കാർക്ക് കിട്ടും. അതൊരു 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ റമദാൻ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. കാരണം എല്ലാ സീസണിലൂടെയും നമ്മുടെ റമദാൻ അറബ് മാസം കടന്നു പോകും. എല്ലാ കാലഘട്ടം 30 വയസ്സാകുമ്പോഴേക്കും ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ മാസത്തിലൂടെയും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 30 വയസ്സാകുമ്പോൾ 60 വയസ്സാകുമ്പോൾ 2 സൈക്കിൾ നമുക്ക് റമദാൻ കിട്ടി. 2 ജനുവരിയിൽ 2 ഇപ്പൊ നമുക്കിപ്പോ ജൂണിൽ റമദാൻ വന്നു. ഇനി ഒരു 30 കൊല്ലം കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ ജൂണിൽ റമദാൻ വരും. നമുക്കൊക്കെ ആയുസ്സുണ്ടെങ്കിൽ. അള്ളാഹു ആയുസ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരിച്ചു പോകാൻ ആരും ദ്വാരന്നിട്ട് നിങ്ങൾ ആമീൻ്റെ പറയില്ല. നമ്മളെല്ലാവരും മരിക്കട്ടെ എന്ന് പറയുന്ന ആരെങ്കിലും ആമീൻ പറയാം? ആയിഷ അല്ലാഹു തരട്ടെ. അത് വലിയ ഖൈർ തന്നെയാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസ്വലുഹ അമലുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ആയുസ്സുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആയുസ് ഒരുപാടുണ്ടാവുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റമദാൻ ഒരു അവസരം കൂടെ അള്ളാഹു നൽകിയിരിക്കുകയാണ്. നോമ്പുകാർ അള്ളാഹുവിന് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയായിരുന്നു. ഒരിക്കൽ എന്തോ ഒരു കശപിശ ഉണ്ടായപ്പോ നബി തങ്ങൾ അവരെ ത്വല്ലഖഹാ തത്ലീഖതൻ വാഹിദ, ഒരു ത്വലാഖ് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഉമർ തങ്ങൾ മുമ്പേ പറയാറുണ്ട് ഹഫ്സ ബീവിയോട്. കാരണം ഹഫ്സ ബീവി ആയിഷ ബീവിയെ കണ്ടിട്ട് ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുമല്ല, നബി തങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു ഫ്രീഡം. ഉമർ തങ്ങൾ തന്നെ പറഞ്ഞു നബിയോട്, പൊന്നാര നബിയെ, നമ്മൾ മക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എന്തോ ഒരു നല്ല ഭാര്യമാരായിരുന്നു. ഇവിടെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതിന് ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, നമ്മുടെ ഭാര്യമാരൊക്കെ മക്കയിലെ, നമ്മൾ ഹിജ്റ വരുന്നതിന്റെ മുമ്പ്, കാരണം അവര് മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മദീനയിലേക്ക്, അതാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. പക്ഷേ വർഷം കണക്കാക്കുന്നത് ഹിജ്റ വർഷം മുഹറം മുതലാണ്. ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. ഇരിക്കട്ടെ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, അവരൊക്കെ നമ്മൾ മക്കയിലായിരുന്നപ്പോ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഭാര്യമാർ അടങ്ങിയിരിക്കുമായിരുന്നു.
നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് പറയാ, അതൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മക്കയിൽ അറിയില്ലായിരുന്നു. എങ്ങാനും പറഞ്ഞു പോയാൽ നമ്മൾ അവർക്ക് അടി കൊടുക്കും, അവര് മിണ്ടാണ്ടിരിക്കും. നമ്മളെ നല്ല അനുസരണയായിരുന്നു. പൊന്നാര നബിയെ മദീനത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടുവന്നു നബിയെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ തങ്ങൾ എന്തോ ഭാര്യയോട് സംസാരിച്ചപ്പോ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞു. അതുറാജിഈനനി, എന്നോട് തിരിച്ചു മറുപടി പറയേ എന്ന് ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, അതിനെന്താ കുഴപ്പം? വഅസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറാജിഉനഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് നബി തങ്ങളോട് അങ്ങനെ പറയാറുണ്ടല്ലോ. പറഞ്ഞതിന് മറുപടി പറയാറുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂൽ. അപ്പൊ എവിടെന്ന ഈ ഉമർ തങ്ങളുടെ ഭാര്യ കിട്ടുന്ന? സ്വന്തം മോള് ഹഫ്സ ബീവി നബിയുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പറഞ്ഞു, ഹഫ്സ അതുറാജിഈന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ മറുപടി പറയാറുണ്ട് മോളെ? ഞങ്ങളെല്ലാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് മോളെ. എന്നാൽ ഇനി പറഞ്ഞു പോവല്ലേ, നബിയോട് പറഞ്ഞു പോവല്ലേ. ആരാണ് നബിതങ്ങളെന്ന് മോൾക്കറിയുമോ? ഹബീബിന്റെ ഇഷ്ടക്കുറവ് സമ്പാദിച്ചാൽ നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും നഷ്ടപ്പെടും മോളെ. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ ഇഷ്ടപ്പെട്ടൊരു മോളുണ്ട്. ആ മോളെ കണ്ട് ഹഫ്സ നീ പഠിക്കാൻ നിൽക്കണ്ട. കാരണം അത് ആയിഷ ബീവിയാണ്. ആയിഷ ബീവി ചെയ്യുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. ആയിഷ ബീവി ചെയ്യുന്നത് കണ്ടിട്ട് ഹഫ്സ നീ അത് കോപ്പിയടിക്കണ്ട, നീ എന്റെ മോളാണ് നീ. ആയിഷ ബീവി സിദ്ദീഖ് മോളാണ്. അള്ളാഹിന്റെ റസൂലിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പരിപാടിന്റെ 2 സംഘാടകരും അബൂബക്കർ സിദ്ദീഖ്, മാഷാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമായി തോന്നുകയാണ്. 60 കൊല്ലത്തെ നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളുടെ മോള് ആയിഷ ബീവി നബി തങ്ങളോട് സംസാരിക്കുന്ന പോലെ ഹഫ്സ നീ സംസാരിക്കരുത് കേട്ടോ. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നബി തങ്ങൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, വിമൃതങ്ങളൊക്കെ നബി തങ്ങളിലേക്ക് വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കാര്യമെന്ന് പറഞ്ഞ നബിയെ, ഇപ്പം മദീനത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ടടിക്കുമെന്നാ പേടി. ആ നിരക്കായിട്ടുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം. മദീനക്കാരികളായ അൻസ്വാരി പെണ്ണുങ്ങൾ ഇച്ചിരി ഗഡ്സുള്ള പെണ്ണുങ്ങളാ. അവരെ കണ്ടപ്പോ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടൊന്നു പോയി നബിയെ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നല്ലത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുക. നമ്മൾ കൂടെ ഇരുത്തി അവര് കേടൊന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? തത്തമ്മയുടെ കഥ പറയാറുണ്ട്. ഒരു സാധുവായ ഒരു ക്രിസ്ത്യാനിയായ സുഹൃത്തിന് നല്ല തത്തമ്മ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ തത്ത വർത്തമാനം പറയുമല്ലോ, അതിനിടയ്ക്ക് ആരോ ഒരു മോശപ്പെട്ട 1-2 വാക്ക് പഠിപ്പിച്ചു കൊടുത്തു തത്തയ്ക്ക്. അപ്പോഴാണ് ആരോ പറഞ്ഞോട് നമ്മുടെ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് തത്തണ്ടെന്ന്, അച്ഛന്റെ തത്തന്റെ കൂടെ കൊണ്ടുപോയിട്ട് 2 ആഴ്ചയോടെ നിൽക്കട്ടെ, പക്ഷെ നല്ലതൊക്കെ പഠിച്ചു വരട്ടെ. ചെന്ന് നോക്കുമ്പോ അച്ഛന്റെ തത്ത പറയുന്നത് പറയാൻ പറ്റാത്ത തെറിയാണ്. അതൊക്കെ പഠിച്ചിട്ടാ പിന്നെ തത്ത തിരിച്ചു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മള് ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോ അവരിൽ നിന്ന് നമ്മൾ ചാരിയത മണക്കെന്ന് പറഞ്ഞ പോലെ നല്ല പെണ്ണുങ്ങളായിരുന്ന മക്കക്കാരികളായ പെണ്ണുങ്ങൾ, ഹിജറ വന്ന മുഹാജിറാച്ചുകൾ, മദീനക്കാരികളെ കണ്ടിട്ട് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യം, ഭർത്താക്കന്മാരോട് അടിച്ചു കയറി സംസാരിക്കും. എന്തായിരുന്നാലും ഒരിക്കൽ നബി തങ്ങൾക്ക് ഹഫ്സ ബീവിയെ ഒരു തൊലാക്ക് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. തൊല്ലഖഹാ തത്ലീഖതൻ വാഹിദ, ഒരു തൊലാക്ക് ചൊല്ലി. അപ്പോഴേക്കും വഹി വരുന്നു. നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം വഹയുമായി വരുന്നിട്ടുണ്ട്. നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് റാജിഅഹാ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം നബിയെ, ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം. فإنها صوامة قوامة وزوجتك في الجنة. ഹഫ്സ ബീവി നബിയെ ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് ഹഫ്സ ബീവി അങ്ങ് തിരിച്ചെടുക്കണം. ഖവ്വാമത്തുൻ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണാണ് നബിയെ ഹഫ്സ. വസൗജതുക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ ഭാര്യയായി വരാനുള്ള പെണ്ണാണവർ. അതുകൊണ്ട് ഹഫ്സയെ ഒഴിവാക്കരുത് നബിയെ റളിയല്ലാഹു അൻഹയെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് റാജഅഹാ റസൂലുള്ളാഹ്, നബി തങ്ങൾ അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കാരണം പറഞ്ഞത് ഹഫ്സ ബീവി സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് എന്നാണ്. സവ്വാമ,
ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നു എന്നാണ്. റമദാൻ കഴിഞ്ഞാലും അതിന്റെ മുമ്പും നോമ്പെടുക്കുന്നത്. മഅ്ലബ് ബിൻ ഫദ്ൽ റളിയല്ലാഹു അൻഹുവാണ് 6 മാസക്കാലം മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് റമദാൻ തരണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത്. അല്ലാമ മഅ്ലബ് ബിൻ ഫദ്ൽ كانوا يدعون الله 6 أشهر أن يبلغهم رمضان. നോമ്പെടുക്കുന്ന മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണമേ എന്ന് 6 മാസം അല്ലാഹുവിനോട് ദുആ ഇറക്കുമായിരുന്നു റമദാൻ വരുന്നതിന്റെ മുമ്പ്.